നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഗവർണറുടെ കാർ തടഞ്ഞ SFI പ്രവർത്തകർക്ക് ജാമ്യം. 7 SFI പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ഉണ്ടായ നഷ്ടത്തിന് തുല്യമായ തുക കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന കൗൺസിലിംഗ് നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു വലിയൊരു സംഭവമായിരുന്നു. അതായത് ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതും ഗവർണർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർക്കെതിരെ പ്രതിരോധം തീർത്തതുമെല്ലാം. എന്തായാലും ഇപ്പോൾ ആ SFI പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്രയ്ക്കിടെയായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഗവർണറുടെ യാത്ര പോലീസ് സുരക്ഷയോടെയായിരുന്നു. 3 ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി. ആദ്യം പാളയത്ത് SFIക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ച് പ്രതിഷേധിച്ചു. പിന്നെ ജനറൽ ആശുപത്രി പരിസരത്തും ഒടുവിൽ പേട്ട പോലീസ് സ്റ്റേഷന് സമീപവും പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു പ്രതിഷേധിച്ചു. ഇതോടെ വാഹനം നിർത്തി ഗവർണർ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങി. പ്രതിഷേധക്കാർക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ പ്രതികരിച്ചു. ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി. പോലീസ് 19 പേരെ കസ്റ്റഡിയിലെടുത്തു. അക്രമ സംഭവങ്ങളിൽ SFI പ്രവർത്തകർക്കെതിരെ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഗുരുതര വകുപ്പുകളായിരുന്നു പോലീസ് ചുമത്തിയത്. അക്രമ സംഭവങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത്. ഇതിൽ ഗവർണർ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ IPC 124 വകുപ്പ് ചുമത്തണമെന്ന ആവശ്യം ഗവർണർ മുന്നോട്ട് വച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഗവർണർ കത്തയച്ചു. ഇതിനു പിന്നാലെ ഗവർണർ ആവശ്യപ്പെട്ട വകുപ്പ് പോലീസ് SFI പ്രവർത്തകർക്ക് മേൽ ചുമത്തുകയായിരുന്നു. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത 124 വകുപ്പ് നിലനിൽക്കുമോ എന്ന് പ്രോസിക്യൂട്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു. നടന്നത് വൻ പ്രതിഷേധം മാത്രമെന്ന് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഗവർണറുടെ കാർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ച SFIക്കാർക്കെതിരെ ആദ്യം ചുമത്തിയത് താരതമ്യേന ദുർബല വകുപ്പുകളായിരുന്നു. പക്ഷേ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് 7 പേർക്കെതിരെ കൂടുതൽ കടുത്ത IPC 124 വകുപ്പ് ചുമത്തിയത്. പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ നിലപാട് അവിടെ നടന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ജാമ്യം നൽകരുതും എന്നായിരുന്നു. സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവർക്ക് ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടിരുന്നു. പ്രോസിക്യൂട്ടർ മലക്കം മറിയുന്ന സാഹചര്യമുണ്ടായി. 124 വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയമൊക്കെ പ്രോസിക്യൂഷൻ പ്രകടിപ്പിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാഴ്ചയാണ്. സെനറ്റ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയായതാണ്. ഇതിനെതിരെയായിരുന്നു SFI പ്രതിഷേധിച്ചത്. ഗവർണർ ചെയ്യാനിരിക്കുന്ന നടപടിക്ക് തടസ്സം വരുത്താൻ ശ്രമിച്ചാലേ കൃത്യനിർവഹണം തടഞ്ഞു എന്ന നിലയിൽ 124 നിലനിൽക്കൂ എന്നും പ്രോസിക്യൂഷന് സംശയം ഉന്നയിച്ചു. എന്താണ് പ്രതികൾ ചെയ്തതെന്ന് കോടതി ചോദിച്ചപ്പോൾ പ്രതിഷേധം മാത്രമാണെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരുന്നു. നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ ചുവട് പിടിച്ച് പ്രതികളുടെ അഭിഭാഷകന് 124 നിലനിൽക്കില്ല എന്ന വാദമൊക്കെ ഉയർത്തിയതാണ്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി SFI പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ശക്തിധരൻ പറഞ്ഞത് വാസ്തവമാണ്. എത്രയോ അരും കൊലയുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും.